ഒരു ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ വലിയ റൗണ്ടായിട്ട് കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ നേരത്തെ കാണിച്ച പിക്ചറിലില്ലേ, H2A, H2B, H3, H4, അതിൻ്റെയൊക്കെ 2 മോളിക്യൂൾസ് വെച്ച് കാണിച്ചില്ലേ. ആ 2 മോളിക്യൂൾസ് ഓഫ് H2A, H2B, H3, H4 ഇതിൻ്റെയൊക്കെ 2 മോളിക്യൂൾസൊക്കെ അടങ്ങിയ ആ ഹിസ്റ്റോൺ ഒക്ടാമറാണ് ഈ ഫുൾ ഗ്രീൻ കളറായിട്ട് ഇവിടെ കാണിച്ചേക്കണേ. ഇതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഇതെന്താണ് ഹിസ്റ്റോൺ ഒക്ടാമർ? ഈ 8 മോളിക്യൂൾസ്, H2A-ൻ്റെ 2 H2B-ൻ്റെ 2 H3-യുടെ 2 H4-ൻ്റെ 2. സോ അത് ഓൾ ടുഗദർ ഒരു റൗണ്ട് 8 മോളിക്യൂൾസ് ഒക്കെ കൂടി നമ്മൾ ഹിസ്റ്റോൺ ഒക്ടാമറായിട്ട് കാണിച്ചേക്കണം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. അതും പിന്നെ അതിനെ റാപ്പ് ചെയ്ത്, അപ്പോൾ ആ മോളിക്യൂൾസ് ഒക്കെ കൂടി ഇതാണ് നമ്മൾ പറയുന്നത് കോർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾസ്. കോർ ഓഫ് ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഇതെല്ലാം കൂടി. പിന്നെ നമ്മുടെ ഇതാണ് ഈ റാപ്പ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ ബ്ലൂ കളർ കണ്ടത്. ഇതാണ് എന്താണ് DNA. നമ്മുടെ DNA അല്ലെങ്കിൽ DNA ഹെലിക്സ് ഇതിനെ റാപ്പ് ചെയ്ത് ഇങ്ങനെ പോയിക്കണത് കാണിക്കുന്നു. ഇതിൽ ഒരെണ്ണേ കാണിച്ചുള്ളൂ, ഒരു ന്യൂക്ലിയോസോമിൻ്റെ മാത്രം സ്ട്രക്ചറാണ് ഹിസ്റ്റോൺ ഒക്ടാമറിനെ. നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള ആ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ത് ചെയ്യണു? ഈ നെഗറ്റീവ് ചാർജുള്ള അതിനെ നെഗറ്റീവ് ചാർജുള്ള DNA റാപ്പ് ചെയ്തിട്ടുള്ള ഓൾ ടുഗദർ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്ന ന്യൂക്ലിയോസോം. അതിൽ നമുക്കിവിടെ കാണിച്ച വേറൊരു ഗ്രീൻ കളർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതാണ് H1 ഹിസ്റ്റോൺ. ഇനി ഇതുപോലൊരു ന്യൂക്ലിയോസോമും കൂടിയുള്ള പിക്ചറാണ് നമ്മളവിടെ നേരത്തെ കാണിച്ചത്. 2 ന്യൂക്ലിയോസോം തമ്മിൽ ഇതുപോലെ ഒരു ലിങ്കർ DNA വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കർ DNAയുടെ ഒരു പോർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ലിങ്കർ DNAയുടെ, ബിക്കോസ് ഇവിടെ ന്യൂക്ലിയോസോം ഉണ്ടായിരിക്കും. ആ ലിങ്കർ DNAയിലേക്ക് ആര് ബൈൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് H1 ഹിസ്റ്റോൺ. ഈ ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നത് ഈ പോർഷനായ ലിങ്കർ DNAയിലേക്ക് കണക്ട് ചെയ്ത് ബൈൻഡ് ചെയ്തിട്ടുള്ള H1 ഹിസ്റ്റോൺ. സോ ഹിസ്റ്റോൺ ഒക്ടാമറിനെ റാപ്പ് ചെയ്തിട്ടുള്ള ഈ DNA ഹെലിക്സിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ ന്യൂക്ലിയോസോം.